ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ടോപ്പ് 10 ന്യൂസസ് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നോക്കാം. സോ ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഹു വാസ് അപ്പോയിന്റഡ് ആസ് ദ ന്യൂ സുപ്രീം ലീഡർ ഓഫ് ഇറാൻ ഓൺ 9th March 2026. സോ 9th March 2026 ഇറാന്റെ സുപ്രീം ലീഡറായിട്ട് അപ്പോയിന്റ് ചെയ്തത് ആരെയാണെന്ന് ചോദിച്ചാൽ ആരാണ്? മുജ്തബ ഖമനേയിയാണ് എന്ത് ചെയ്തേക്കുന്നത്, സുപ്രീം ലീഡർ ഓഫ് ഇറാൻ ആയിട്ട് ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നത്, അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. സോ ഹി വാസ് സക്സീഡഡ് ഹിസ് ഫാദർ. ആയത്തുള്ള അലി ഖമനേയിയെ സക്സീഡ് ചെയ്തിട്ടാണ് ആര് വരുന്നത്? മുസ്തഫ ഖമനേയി എന്ത് ചെയ്തിരിക്കുന്നത്, പുതിയ സുപ്രീം ലീഡർ ആയിട്ട് വന്നിരിക്കുന്നത്. പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഫാക്ട്സ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഹു അസ്യൂംഡ് ചാർജ് ആസ് ഡയറക്ടർ ജനറൽ ഓഫ് നേവൽ ആർമമെന്റ് അറ്റ് നേവൽ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി. അതായത് നേവലിന്റെ പുതിയ ഹെഡായിട്ട് വന്നിട്ടുള്ള വ്യക്തി ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് BP സിംഗ്. BP സിംഗ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, നേവലിന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് പുതിയതായിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, അപ്പോയിന്റ് ആയിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത്. സോ ഇത് ന്യൂ അപ്പോയിന്റ്മെന്റ്സ് ആണ്. സോ ന്യൂ അപ്പോയിന്റ്മെന്റ്സിനകത്ത് ഒന്ന് സുപ്രീം ലീഡർ ഓഫ് ഇറാൻ ആയിരുന്നു. സോ ഇറ്റ് ഈസ് മുസ്തഫ ഖമനേയി. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ ഡയറക്ടർ ജനറൽ ഓഫ് നേവൽ ആർമമെന്റ് DGONA അറ്റ് നേവൽ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി എന്ന് പറയുന്നത് ഈസ് BP സിംഗ് ആണ് എന്താ പുതിയ ഡയറക്ടർ ജനറൽ ആയിട്ട് അപ്പോയിന്റ് ആയിരിക്കുന്നത്. സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദ Stockholm International Peace Research Institute, IPRI, report of 21 to 25, which country was the world's second largest arms importer? Okay, arms importer ആയിട്ട് വരുന്ന second largest country എന്ന് പറയുന്നത്, world second largest country എന്ന് പറയുന്നത് it is India. So അത് ഡീറ്റെയിൽഡ് ആയിട്ട് അപ്പോൾ നോക്കാം. So according to Stockholm International Peace Research Institute, India was the world's second largest arms importer. Arms importerലെ second largest ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇന്ത്യ വരുന്നത്. ഗ്ലോബൽ ആംസ് ഇമ്പോർട്ടിന്റെ തന്നെ 8.2% എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യ വരുന്നുണ്ട്. ദ മെയിൻ റീസൺ ഫോർ ഇന്ത്യസ് ആംസ് ഇമ്പോർട്ടൻറ്റ് ഈസ് ഇറ്റ്സ് പെർസിസ്റ്റന്റ് ടെൻഷൻസ് വിത്ത് ബോത്ത് ചൈന ആൻഡ് പാകിസ്ഥാൻ. സോ ചൈനയും പാകിസ്ഥാനുമായിട്ട് നിരന്തരമുള്ള ആ ഒരു ചേരായ്മ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യ എന്താ ഇത്രയധികം ആംസ് ഇമ്പോർട്ട് എന്ത് ചെയ്യുന്നത്. Ukraine ranked first with a 9.7 share of global arms imports between 21 and 2025. So world second largest ആണ് ഇന്ത്യ വന്നത്. ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ഈസ് ഫോർ ഉക്രൈൻ. ഉക്രൈൻ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഹൗ മെനി ഡിസീസ്ഡ് ഓർഗൻ donors did Tamil Nadu record in the first 2 months of 2026. So first 2026 ആദ്യ കുറച്ച് മന്ത്സിൽ തന്നെ തമിഴ്നാടു ഡിസീസ്ഡ് എന്താണ് റെക്കോർഡ് നമ്പർ ഓഫ് ഓർഗൻ ഡോണേഴ്സിനെ എന്ത് ചെയ്തിട്ടുണ്ട്, തമിഴ്നാടു വന്നിട്ടുണ്ട്. സോ ആൻസർ ഈസ് 57 ആണ്. എത്ര വന്നിട്ടുണ്ടെന്നുള്ളതാണ്. സോ ആൻസർ ഈസ് 57 ആണ്. Tamil Nadu records 57 diseased organ donors in the first 2 months of 2026, averaging nearly 1 donation daily under the oversight of the Transplant Authority of Tamil Nadu. So Tamil Naduന്റെ ഗവൺമെന്റ് ട്രാൻസ്പ്ലാന്റ് അതോറിറ്റിയുടെ കീഴിൽ തന്നെ 57, അതായത് ഒരു ഡൊണേഷനെങ്കിലും മിനിമം ഒരു ഡേ എന്ത് ചെയ്തിട്ടുണ്ട്, നടന്നിട്ടുണ്ട് എന്നുള്ള കണക്ക് വെച്ചിട്ടാണ് 57 ഡൊണേഷൻസ് ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, നടന്നതായിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, പറയുന്നത്. സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വേർ ഇൻ തമിഴ്നാടു വാസ് എ സ്റ്റേറ്റ്സ് ഫസ്റ്റ് ഡാർക്ക് സ്കൈ പാർക്ക് ലോഞ്ച്. സോ സ്റ്റേറ്റിലെ തന്നെ ഫസ്റ്റ് ഡാർക്ക് സ്കൈ പാർക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് തമിഴ്നാടു. ഇറ്റ് ഈസ് ഇൻ കൊള്ളി ഹിൽസിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഫസ്റ്റ് ഡാർക്ക് സ്കൈ പാർക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ തമിഴ്നാടു ലോഞ്ച് ഇറ്റ്സ് ഫസ്റ്റ് ഡാർക്ക് സ്കൈ പാർക്ക് അറ്റ് അരിയൂർ ചോള റിസർവ് ഫോറസ്റ്റ് in Kolli Hills, Namakkal district, inaugurated by Forest Minister to promote astro-tourism and night sky observation. So night sky observation അതുപോലെ തന്നെ astro tourism പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഫസ്റ്റ് ഡാർക്ക് സ്കൈ പാർക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, ഇപ്പൊ തമിഴ്നാട് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഇൻ കൊള്ളി ഹിൽസിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇപ്പം ഒരു പാർക്ക് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ അതിന്റെ ആ ഒരു ജിയോഗ്രഫിക്കൽ ആസ്പെക്ട്സ് കൊണ്ടാണ് കൊള്ളി ഹിൽസിനെ എന്തായിട്ട്
സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡാർക്ക് സ്കൈ പാർക്കായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. So next one എന്ന് പറയുന്നത് which country become the first in the Americas to be verified by WHO for eliminating leprosy. Leprosy eliminate ചെയ്യുന്ന അമേരിക്കൻ രാജ്യങ്ങളിലെ തന്നെ ഏറ്റവും ഫസ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് രാജ്യം എന്ന് പറയുന്നത് is ചിലി. ചിലി ആണ് എന്താ ഫസ്റ്റ് കൺട്രി in among the Americas to be verified by WHO for eliminating leprosy. leprosy ഒഴിവാക്കുന്നതിൽ നിന്ന് ലെപ്രസി എന്ന് പറയുന്ന ഒരു ഡിസീസിനെ എലിമിനേറ്റ് ചെയ്യുന്നതിൽ അമേരിക്കൻ കൺട്രീസിന്റെ എമംഗ് ഇടയിൽ ഫസ്റ്റ് വന്നിരിക്കുന്നതാണ് എന്ത് ചിലി എന്ന് പറയുന്നത്. So the World Health Organization together with the Pan American Health Organization officially verified that Chile has eliminated leprosy as public health problem. So public health problem ആയിട്ട് leprosy എന്ന് പറയുന്ന ഒരു ഡിസീസിനെ അവർ എന്ത് ചെയ്തിട്ടുണ്ട് എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. So എന്താണ് ഇമ്പോർട്ടൻസ് വരാൻ കാരണം ചിലി become the first country in the Americas and the second in the world after Jordan. So ജോർദാന് ശേഷം വേൾഡിലെ സെക്കൻഡും കൂടെയാണ് എന്ത് ചിലി എന്ന് പറയുന്നത് to achieve this recognition. ഈ ഒരു recognition കിട്ടുന്ന കൺട്രി ആണ് എന്ത് ചിലി എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ കുറച്ച് ഫാക്ട്സ് എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് the discovered megalithic chamber in Kasargod provides new information about which aspects of the region. അതായത് കാസർഗോഡ് നിന്നും കിട്ടിയ മെഗാലിത്തിക് ചേംബറിന്റെ എവിഡൻസ് അല്ലെങ്കിൽ മെഗാലിത്തിക് ചേംബർ എന്ന് പറയുന്നത് എന്തിന്റെ എവിഡൻസ് അല്ലെങ്കിൽ ഏത് പീരീഡിന്റെ എവിഡൻസ് ആണ് തരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇറ്റ് ഗിവ്സ് പ്രീ ഹിസ്റ്റോറിക് ബെറിയൽ പ്രാക്ടീസസ് ആൻഡ് മെറ്റീരിയൽ കൾച്ചർ. സോ മെറ്റീരിയൽ കൾച്ചറിനെ പറ്റിയും അതേപോലെ തന്നെ ബെറിയൽ പ്രാക്ടീസസിനെ പറ്റിയുള്ള ഒരു ഹിസ്റ്റോറിക് ഐഡിയ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന കാസർഗോഡ് നിന്നും കിട്ടിയ മെഗാലിത്തിക് ലാറ്ററൈറ്റ് റോക്ക് കട്ട് ചേംബറിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നത് സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റുന്നത്. So a significant megalithic laterite rock cut chamber has been discovered in Kasargod district, Kerala, offering insights into prehistoric burial practices and material culture of the region. So the chamber is a part of megalithic culture burial complex constructed by interfering pottery of varying shapes and sizes as part of ritual belief systems. അതായത് പല കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള റിച്വൽസിന്റെ ഭാഗമായിട്ടുള്ള കുറെ അധികം പോട്രി ഷേപ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ആ ഒരു ചേംബറിൽ നിന്ന് കിട്ടിയത്. സോ based on archaeological data, South Indian megalithic culture spanned from 1000 BC to 100 CE with peak popularity between 600 BCE and 100 CE. The megalithic period in South India represented a full-fledged Iron Age culture. So, ഇവിടെ ഉണ്ടായിരുന്ന സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു മെഗാലിത്തിക് പീരീഡ് ഇറ്റ് ഈസ് ഗിവിംഗ് ആൻ ഐഡിയ അബൌട്ട് ഫുൾ ഫ്ലെഡ്ജ് അയൺ ഏജ് കൾച്ചറിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ എന്ത് ചെയ്യുന്നുണ്ട് ഇറ്റ് ഈസ് ഗിവിംഗ് വിത്ത് അയൺ ടെക്നോളജി ഫുള്ളി റിയലൈസ്ഡ് അയൺ വെപ്പൺസ് ആൻഡ് അഗ്രികൾച്ചറൽ ഇംപ്ലിമെന്റ്സ് ഹാവ് ബീൻ ഫൗണ്ട് അക്രോസ് ദ region. So the main concentration of megalithic cultures lies in the Deccan region and especially south of the Godavari River. Godavari റിവറിന്റെ സൗത്തിലായിട്ട് ഡെക്കാൻ റീജിയനിലാണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത് നമുക്ക് ഈ പറയുന്ന മെഗാലിത്തിക് റീജിയൻ കാണാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു കൾച്ചറിന്റെ ആ ഒരു മേജർ ഏരിയ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വൺ ഈസ് the Vikasit Bharat Yuva Connect program is being organized through which platform? ഏത് പ്ലാറ്റ്ഫോം വഴിയാണ് വികസിത് ഭാരത് യുവ കണക്ട് പ്രോഗ്രാം ലോഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ബൈ മൈ ഭാരത് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലൂടെയാണ് വികസിത് ഭാരത് യുവ കണക്ട് പ്രോഗ്രാം ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇന്ത്യ സെന്റ് 1000 metric tons of rice as humanitarian aid to which East African country affected by El Nino induced drought. So El Nino induced drought അതായത് വരൾച്ചയുമായിട്ട് എൽ നിനോ പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ടുണ്ടായ വരൾച്ചയുമായി ബന്ധപ്പെടുത്തി ഏത് ഈസ്റ്റ് ആഫ്രിക്കൻ കൺട്രിക്കാണ് നമ്മൾ എന്ത് ചെയ്തത് 1000 മെട്രിക് ടൺസ് ഓഫ് റൈസ് എന്ത് ചെയ്തത് നമ്മൾ കയറ്റി അയച്ചത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ത്രൂ മലാവി എന്ന് പറയുന്ന ഈസ്റ്റ് ആഫ്രിക്കൻ കൺട്രിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു 1000 മെട്രിക് ടൺസ് ഓഫ് റൈസ് എന്ത് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത്. സോ ഇന്ത്യ ഹാസ് സെന്റ് എ ഹ്യൂമാനിറ്റേറിയൻ കൺസൈൻമെന്റ് ഓഫ് 1000 മെട്രിക് ടൺസ് ഓഫ് റൈസ് ഫ്രം നവശേവ പോർട്ട് ടു ദ പീപ്പിൾ ഓഫ് മലാവി ടു സപ്പോർട്ട് ഫുഡ് സെക്യൂരിറ്റി ആഫ്റ്റർ ദ എൽ നിനോ ഇൻഡ്യൂസ്ഡ് ഡ്രൗട്ട്. അതായത് എൽ നിനോ ഇൻഡ്യൂസ്ഡ് ഡ്രൗട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഈ ഒരു 1000 മെട്രിക് ടൺസ് ഓഫ് റൈസ് നമ്മളപ്പോൾ ഏത് പോർട്ട് വഴിയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് ത്രൂ നവശേവ പോർട്ട് വഴിയാണ് നമ്മൾ എന്ത് ചെയ്തത് ഇത്
ട്രാൻസ്പോർട്ട് ചെയ്തത്. ഓവർ 4 മില്യൺ ഫേസ് അക്യൂട്ട് ഫുഡ് ഷോർട്ടേജ് ഡ്യൂ ടു ദ ഇറാറ്റിക് റെയിൻഫോൾ ആൻഡ് ഡ്രൈയിങ് ഓഫ് ലേക്ക് ചിൽവ. ലേക്ക് ചിൽവ എന്ന് പറയുന്ന അതിന് കംപ്ലീറ്റ് ഡ്രൈ ആയി പോയതും അതേപോലെ തന്നെ എന്താ റെയിൻഫോൾ ഭയങ്കരമായിട്ട് കുറഞ്ഞതും അവിടുത്തെ ഭയങ്കര ഫുഡ് സ്കേഴ്സിറ്റി അല്ലെ ഫുഡ് ഷോർട്ടേജിന് കാരണമായി. സോ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു ഹ്യൂമാനിറ്റേറിയൻ ആക്ടിവിറ്റി നമ്മളിപ്പം ചെയ്യുന്നത്. സോ പ്രസിഡന്റ് ദ്രൗപദി മുർമു പെയ്ഡ് എ സ്റ്റേറ്റ് വിസിറ്റ് ടു മലാവി in 2024 and met President Lazarus Makati Chakwera to strengthen bilateral relations. അതായത് 2024 നമ്മുടെ പ്രസിഡന്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ബൈലാറ്ററൽ റിലേഷൻസ് കണ്ടിന്യൂ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ഇങ്ങനെ ഒരു 1000 മെട്രിക് ടൺസ് ഓഫ് റൈസ് ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മളിപ്പം ഇങ്ങനെ കൊടുക്കാനായിട്ട് തീരുമാനിച്ചത്. സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അതിന്റെ ബ്രീഫ് ഉള്ള ഐഡിയ മാത്രം നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ. സോ ഓൺ 8th March 2026, സോ 8th March എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ വുമൻസ് ഡേ ആയിരുന്നു. സോ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇനോഗ്രേറ്റഡ് ആൻഡ് ലെയ്ഡ് ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് മൾട്ടിപ്പിൾ ഡെവലപ്മെന്റ് പ്രോജക്ട്സ് അറൌണ്ട് ഡൽഹി. ഡൽഹിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മൾട്ടിപ്പിൾ ഡെവലപ്മെന്റ് പ്രോജക്ട്സിന് 8th മാർച്ചിന് എന്ത് ചെയ്തിട്ടുണ്ട്, PM മോദി inaugurate ചെയ്തിട്ടുണ്ട്, ഫൗണ്ടേഷൻ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. The project includes inauguration of new Delhi metro corridors, Majlis Park, Maujpur, Babarpur, Pink Line, and Diwali Chowk, Majlis Park, Magenta Line. And also the project also included redevelopment works under the GPRA redevelopment scheme എന്നും എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജസ്റ്റ് അതൊന്ന് എന്ത് ചെയ്താൽ മതി, റീഡ് ചെയ്താൽ മതി. സോ ഇനി നമ്മുടെ T20 വേൾഡ് കപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസ് എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അതായത് T20 വേൾഡ് കപ്പ് ഫൈനൽ 8th March 2026 നരേന്ദ്രമോദി സ്റ്റേഡിയം അഹമ്മദാബാദ്. സോ ഇന്ത്യ ഡിഫീറ്റഡ് എന്താണ്, ന്യൂസിലാൻഡ് ബൈ 96 റൺസ് ആണ്. ദ ഗോൾഡൻ ബാറ്റ് വാസ് അവോർഡഡ് ടു, ഗോൾഡൻ ബാറ്റ് അവാർഡ് കിട്ടിയത് സഹിബ്സാദ ഫർഹാൻ എന്ന് പറയുന്ന പ്ലെയറിനാണ് ഓഫ് പാകിസ്ഥാൻ ഫോർ സ്കോറിംഗ് 383 runs in 7 innings. India became the first country to successfully defend the T20 World Cup title and won it for the third time. Okay, അപ്പം 3 times വേൾഡ് കപ്പ് കിട്ടുന്ന ഫസ്റ്റ് കൺട്രി ആണ് എന്താ, ഇന്ത്യ എന്ന് പറയുന്നത്. ആൻഡ് നേരത്തെ കിട്ടിയിട്ടുള്ളത് 2007, 24 എഡിഷൻസിലും ഇപ്പം വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, 26ലും എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് T20 വേൾഡ് കപ്പ് കിട്ടിയിട്ടുണ്ട്. സോ വി ഡിഫീറ്റഡ് ന്യൂസിലൻഡ്, ന്യൂസിലൻഡിനെയാണ് എന്ത് ചെയ്തത്, നമ്മൾ ഡിഫീറ്റ് ചെയ്തത്. സോ അതത്രയാണ് എന്താ ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം.